കാലത്തെ ഉത്തമ ഒരു സഖാവായിട്ട് അന്നത്തെ കാലത്ത് വളർന്നു വന്നിരുന്ന ഒരു സഖാവാണ്. നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ആ സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാട്ടിക മണ്ഡലം സെക്രട്ടറി സഖാവ് കിഷോറേട്ടനെ ഹാർദമായി ക്ഷണിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും തിരക്കുള്ള ആളുകളാണ്. സ്വാഗത പ്രസംഗത്തിൽ നമ്മളിവിടെ കൂടിയതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പിന്നെ നന്നായി സൂചിപ്പിച്ചു. വൈലപ്പള്ളി കട്ട എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സഖാക്കൾ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുള്ളത് പോലെ കുടുംബസമേതമാണ് പാർട്ടി പരിപാടികൾക്ക് വരാറുള്ളത്. എൻ്റെ ചെറുപ്പകാലത്തിൽ നല്ല ഓർമ്മയുണ്ടാകാൻ ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന സഖാവ് എന്നെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒരു CPI കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ എൻ്റെ ഒരു യൗവന പ്രായത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പാർട്ടിയിലേക്ക് വരണം എങ്ങടെ തിരിയാന്നറിയാത്തൊരു പ്രായമാണ്. ആ സമയത്ത് എല്ലാ പരിപാടിക്കും ഭാസ്കരേട്ടൻ വന്ന് വിളിക്കും. ഭാസ്കരേട്ടനും സർദാർ ബാലേട്ടനുമാണ് അങ്ങനെ എന്നെ ഈ ഒരു ഫീൽഡിൽ ഇറക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സഖാവ്. നമ്മുടെ പാർട്ടിയുമായി വളരെ പാർട്ടിയോട് ആത്മാർത്ഥമായ സ്നേഹവും പ്രതിബദ്ധതയും എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സഖാവാണ് സഖാവ് ഭാസ്കരേട്ടൻ. എല്ലാ മീറ്റിങ്ങിലും കൃത്യമായി രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന സഖാവ് കൂടിയാണ്. ഇപ്പോഴൊക്കെ നിങ്ങൾക്കറിയാം, നമ്മുടെ പാർട്ടി മീറ്റിങ്ങിൽ ആരും അധികം അഭിപ്രായമൊന്നും പറയില്ലേ. അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ വല്ല വ്യക്തിപരമായ അല്ലെങ്കിൽ അവനവനെ സ്പർശിക്കുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം ചർച്ച ചെയ്യുകയുള്ളൂ. മറ്റ് രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഈ പറഞ്ഞ ഭാസ്കരേട്ടൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്ന പാർട്ടിയായിരുന്നു CPI. നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ വീട്ടിൽ തന്നെ മിക്കവാറും പാർട്ടി ബ്രാഞ്ചുകൾ കൂടുക എന്നുള്ളതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോഴി പബ്ലിക് രാമനായാലും ഭാസ്കരേട്ടനായാലും പള്ളിനാരായണ മാമനായാലും കുന്നത്ത് ഭാസ്കരേട്ടനായാലും അങ്ങനെ ആ പടിഞ്ഞാറൻ ഭാഗത്തിൽ അന്ന് പടിയം ബ്രാഞ്ചാണ്. ഇന്ന് ഇന്നത്തെ നമ്മുടെ വെസ്റ്റ് LC എന്ന് പറഞ്ഞാൽ അന്ന് പടിയം ബ്രാഞ്ചാണ്. VK ഭാസ്കരേട്ടൻ, പിന്നെ കുറുങ്ങാടി കുമാരേട്ടൻ അടക്കമുള്ള സഖാക്കൾ വന്നിരുന്നു. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞിരുന്നു. അത് കേരളത്തിലെ രാഷ്ട്രീയം മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയം മാത്രമല്ല, ലോക രാഷ്ട്രീയം പറഞ്ഞിരുന്നു. ഭാസ്കരേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട അഭിപ്രായം, രാഷ്ട്രീയ അഭിപ്രായം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.